യാത്രകൾ നമ്മെ തളർത്താറുണ്ടോ? ട്രെയിനിലോ ബസ്സിലോ വെറുതെ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം ക്ഷീണം അനുഭവപ്പെടുന്നത്? അതിൻ്റെ കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരം ആ വാഹനത്തോട് യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ്. വാഹനം ഇടത്തോട്ട് ചായുമ്പോൾ വീഴാതിരിക്കാൻ നമ്മൾ വലത്തോട്ട് ആഞ്ഞ് പ്രതിരോധിക്കുന്നു. ഈ അബോധപരമായ പോരാട്ടമാണ് നമ്മെ തളർത്തുന്നത്. വിജ്ഞാൻ ഭൈരവ് തന്ത്രയിലെ 20ാമത്തെ വിദ്യ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത് ആ ചലനത്തോടൊപ്പം ഒഴുകാനാണ്. അടുത്ത തവണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരീരത്തെ മുറുക്കി പിടിക്കാതെ ആ വാഹനത്തിൻ്റെ താളത്തിനൊപ്പം ആടിക്കളിക്കാൻ അനുവദിക്കുക. കാളവണ്ടിയിലായാലും വിമാനത്തിലായാലും ആ വാഹനത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് മാറാം. ശരീരം ആടുമ്പോഴും ഉള്ളിൽ നമ്മളൊരു നിരീക്ഷകനായി മാറുക. ജോർജ് ഗുർജീഫിന്റെ നർത്തകർ ചെയ്തതുപോലെ പുറമെ ചലിക്കുമ്പോഴും ഉള്ളിൽ നിശ്ചലമായിരിക്കുക. ഈ വിദ്യയിലൂടെ നമ്മളും നമ്മുടെ ശരീരവും തമ്മിലുള്ള ആ നിഗൂഢമായ വിടവ് നമ്മൾ തിരിച്ചറിയും. ശരീരം ചലിക്കുന്നു, പക്ഷെ നമ്മൾ ചലിക്കുന്നില്ല എന്ന ആത്മീയ സത്യം അവിടെ വെളിപ്പെടും. അപ്പോൾ യാത്രകൾ നമുക്ക് വെറും ഒരു സഞ്ചാരമല്ല, അതൊരു മഹാധ്യാനമായി മാറും. ക്ഷീണമില്ലാത്ത ആനന്ദം നിറഞ്ഞ യാത്രകൾക്കായി ഈ വിദ്യ നമുക്ക് പരീക്ഷിക്കാം. ദിവ്യബോധം എന്നത് നമുക്കുള്ളിലെ നിശബ്ദതയിലേക്കുള്ള യാത്രയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ഈ വിശുദ്ധ സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതീവ വിസ്മയകരമായ ഒരു വിദ്യയെക്കുറിച്ചാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 20ാമത്തെ വിദ്യ. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലിരുന്നു കൊണ്ട് എങ്ങനെ ധ്യാനിക്കാം? കേന്ദ്രീകൃതനാകുന്നതിനുള്ള 8ാമത്തെ വിദ്യയാണിത്. നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണല്ലേ? എന്നാൽ നാം നടത്തുന്ന ഭൗതിക യാത്രകളിൽ നാം എത്രത്തോളം അസ്വസ്ഥരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിദ്യ രൂപപ്പെടുത്തിയ കാലത്ത് കാളവണ്ടികളായിരുന്നു പ്രധാന വാഹനം. ഒരു റോഡിലൂടെ കാളവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ റോഡുകളുടെ അവസ്ഥ വലിയ മാറ്റമൊക്കെ വന്നു. എങ്കിലും യാത്രയിലെ ചലനങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മളൊരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ആ വാഹനത്തോടും റോഡിനോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു കാറോ ഇടത്തോട്ട് ചായുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ നമ്മൾ, അതായത് സമനില പാലിക്കാനായി നമ്മൾ വലത്തോട്ട് ചായും. വണ്ടി കുലുങ്ങുമ്പോൾ നമ്മൾ നമ്മളുടെ പേശികളെ മുറുക്കി അതിനെ പ്രതിരോധിക്കും, അല്ലേ? സത്യത്തിൽ നമ്മൾ നിരന്തരം ആ വാഹനത്തിന്റെ ചലനങ്ങൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പലരും ചിന്തിച്ചിട്ടുണ്ടാകും, ഞാനൊരു തീവണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ബസ്സിലോ കാറിലോ വെറുതെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്തില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ക്ഷീണിച്ചതെന്ന്. ഇതിന്റെ ഉത്തരം ലളിതമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തീവണ്ടിയുടെ ഓരോ ചലനത്തെയും അല്ലെങ്കിൽ ആ ബസ്സിന്റെ ഓരോ ചലനത്തെയും നമ്മുടെ ശരീരം സത്യത്തിൽ അവിടെ പ്രതിരോധിക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ പ്രതിരോധമുണ്ടായിരുന്നു. ആന്തരികമായി നടന്ന ഈ യുദ്ധമാണ് നമ്മെ തളർത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടച്ചൊരു കാളവണ്ടിയിലോ ബസ്സിലോ ഇരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളിരിക്കുന്ന വാഹനം വെട്ടുമ്പോൾ നമ്മളുടെ ശരീരം എങ്ങനെ മുറുകുന്നു എന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. വണ്ടി ചായുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ വിദ്യ നമുക്ക് പരീക്ഷിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കുകയും ആ ചലനങ്ങളോടൊപ്പം നീങ്ങുകയും ചെയ്യുക എന്നതാണ്. ഉണ്ടാവുന്ന ചലനങ്ങളോടൊപ്പം താളാത്മകമായി ആടുകയും ആ വാഹനത്തിന്റെ ഭാഗമായി തീരുകയും അതിനോട് എതിരിടാതിരിക്കുകയും ചെയ്യുക. വാഹനം റോഡിൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി മാറാൻ നമ്മെ തന്നെ നമ്മൾ അനുവദിച്ചേക്കുക. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഈ പ്രതിരോധത്തെയാണ്.
നമ്മുടെ ശരീരം എങ്ങനെയാണ് ചലനങ്ങളെ ഭയപ്പെടുന്നതെന്നും ആ ഭയം എങ്ങനെയാണ് നമ്മെ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് അകറ്റുന്നതെന്നും നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് നമ്മുടെ ശരീരം അബോധപൂർവമായി ഒരു വാഹനത്തിൻ്റെ ചലനങ്ങളോട് യുദ്ധം ചെയ്യുന്നത് എന്നതാണ്. എന്നാൽ ഈ യുദ്ധം ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങളാണ് കുട്ടികളും മദ്യപാനികളും. കുട്ടികളുടെ അത്ഭുതകരമായ ഉന്മേഷത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ക്ഷീണിതരാകാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ കുട്ടികളോടൊത്ത് യാത്ര ചെയ്യുന്ന നമ്മൾ യാത്ര കഴിയുമ്പോഴേക്കും വാടിയ ചേമ്പില പോലെ ആയിട്ടുമുണ്ടാകും. കുട്ടികളോ യാത്രയ്ക്ക് ശേഷവും യാതൊരുവിധ തളർച്ചകളുമില്ലാതെ ഓടിക്കളിക്കുകയായിരിക്കും. പ്രായമാകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ക്ഷീണമുണ്ടാകുന്നതെന്നാണ് ഞാൻ മുൻപ് കരുതിയിരുന്നത്. പക്ഷെ എൻ്റെ യാത്രയിൽ ഞാൻ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഈ വിദ്യയെ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അജ്ഞതയെ മാറ്റാൻ എനിക്കുമാവില്ലായിരുന്നിരിക്കാം. ശരി, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സത്യത്തിൽ എങ്ങനെയാണ് ചലനങ്ങളെ പ്രതിരോധിക്കുക എന്ന് കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാണിത്. അവർ അവരുടെ വാഹനത്തിൻ്റെ ചലനങ്ങളോട് പോരാടുന്നില്ല, മറിച്ച് ആ ചലനങ്ങളുടെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിചിത്രമായ ഉദാഹരണം, ഒരു മദ്യപൻ രാത്രി മുഴുവൻ ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും വഴിയിലെ കുണ്ടും കുഴിയും ഒന്നും അയാളെ ബാധിക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാൾ അതീവ ഉന്മേഷവാനായിരിക്കും. എന്നാൽ നമ്മളാണെങ്കിൽ ശരീരമാസകലം വേദനയുമായിട്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുക. ഇവിടെ മദ്യപിച്ച ആൾക്ക് പ്രതിരോധിക്കുവാൻ സാധാരണഗതിയിൽ കഴിയില്ല. അയാൾ ആ വണ്ടിയോടൊപ്പം ഒഴുകുകയാണ് ചെയ്യുക. അവിടെ യാതൊരുവിധ ഏറ്റുമുട്ടലുകളുമില്ല, യാതൊരുവിധ യുദ്ധങ്ങളുമില്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്നത് നാം എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഡ്രൈവറെക്കുറിച്ചോ നാം ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയും ശപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നോക്കൂ, നമ്മൾ ഈ വിദ്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവയെല്ലാം നമ്മൾ മറക്കണം. ശേഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രതിരോധിക്കാതിരിക്കുകയും ചെയ്യണം. ആ വാഹനത്തിൻ്റെ ചലനങ്ങളിൽ ഒരു താളം കണ്ടെത്തുകയും ആ ചലനത്തെ ഒരു സംഗീതമായി മാറ്റുകയും ചെയ്യുക. ഒരു നൃത്തം എന്നതുപോലെ നമ്മളെ തന്നെ ആ ചലനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഒരു പുതിയ അനുഭവം നമ്മളിലേക്ക് വന്നു ചേരും. ഈ താളാത്മകമായ ഒഴുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജ കേന്ദ്രത്തെ സൃഷ്ടിക്കും. നാം ആ വാഹനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അഹന്തയുടെ പ്രതിരോധം ഇല്ലാതാക്കുകയും ധ്യാനം തനിയെ സംഭവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അടുത്ത തവണ യാത്ര ചെയ്യുമ്പോൾ റോഡിനെ ശപിക്കാതെ വണ്ടിയുടെ കുലുക്കത്തെ ഒരു താളമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളിപ്പോൾ ചലിക്കുന്ന വാഹനങ്ങളിലെ ധ്യാനത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ പലർക്കും ഒരു സംശയമുണ്ടാകാം, ഇക്കാലത്ത് എവിടെ നിന്നാണ് ഒരു കാളവണ്ടി കിട്ടുക? അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നാം യാത്രയിലല്ലല്ലോ എന്നൊക്കെ. ഇത്തരത്തിലുള്ള ചോദ്യം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കാതിരിക്കണം. കാരണം വാഹനം ചലിക്കുന്നില്ലെങ്കിലും ഈ വിദ്യ പരീക്ഷിക്കാമെന്ന് ഈ സൂത്രം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരു വാഹനത്തിലാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ നിശ്ചലമായി ഇരിക്കുകയാണെന്നോ കരുതിയാൽ ഇവിടെയാണ് ഈ വിദ്യയുടെ 2ാം ഭാഗം പ്രസക്തമാകുന്നത്. അത് അദൃശ്യവും ചുരുങ്ങി വരുന്നതുമായ വൃത്തങ്ങളിൽ നമ്മളെ തന്നെ ചാഞ്ചാടുവാൻ അനുവദിക്കുകയാണ്. ഇതിനായി ആദ്യം നമ്മുടെ കണ്ണുകൾ അടയ്ക്കണം. കണ്ണുകൾ തുറന്നിരുന്നാൽ ശരീരം അനങ്ങാതിരിക്കുമ്പോൾ നമ്മളും നിശ്ചലനാകും. അതുകൊണ്ട് കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കേണ്ടതുണ്ട് ഈ പരിശീലനത്തിനായി. അടഞ്ഞ കണ്ണുകളോടെ ഒരു വലിയ വൃത്തത്തിൽ ആടാൻ തുടങ്ങണം. നമ്മുടെ നട്ടലിനെ ഒരു കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് ശരീരം സാവധാനം ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കണം. ആദ്യം ഒരു വലിയ വൃത്തത്തിൽ നിന്നും തുടങ്ങി പതുക്കെ പതുക്കെ
ആ വൃത്തത്തെ ചെറുതാക്കി കൊണ്ടുവരണം. ഓരോ വട്ടം ചുറ്റുമ്പോഴും ആ ചലനത്തിൻ്റെ വ്യാസം കുറഞ്ഞു വരണം. ക്രമേണ പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മൾ അനങ്ങുന്നില്ലെന്ന് തോന്നണം. നമ്മളിപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഘട്ടം വരെ ആ വൃത്തങ്ങളെ ചുരുക്കി കൊണ്ടുവരണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാൽ, പുറമെ ശരീരം ചലിക്കുന്നില്ലെങ്കിലും നമുക്കുള്ളിൽ അതീവ സൂക്ഷ്മമായ ഒരു ചലനം നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. നമ്മുടെ ശരീരം ഇപ്പോൾ നിശ്ചലമായിരിക്കും, പക്ഷെ മനസ്സ് ആ ചലനം ഏറ്റെടുത്തിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഈ സൂക്ഷ്മ ചലനത്തെ പതുക്കെയാക്കി കൊണ്ടുവരികയും അത് ആഴത്തിൽ അനുഭവിക്കുകയും ചെയ്യണം നമ്മളിവിടെ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു പുതിയ പ്രവർത്തന കേന്ദ്രത്തെ സൃഷ്ടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സ്ഥിരം ഞാൻ പരിശീലിക്കുന്ന ഒരു വിദ്യയാണിത്. എൻ്റെ കേന്ദ്രം കണ്ടെത്താൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വിദ്യ. നോക്കൂ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിലെ പ്രതിരോധമില്ലാത്ത ചലനമായാലും നിശ്ചലമായ അവസ്ഥയിലെ ഈ വൃത്തങ്ങളായാലും ഫലം ഒന്നു തന്നെയാണ്. അവ നമ്മുടെ ബോധത്തെ കേന്ദ്രീകൃതമാക്കുകയാണ് ചെയ്യുന്നത്. നാം പുറം ലോകത്തിൻ്റെ ചലനങ്ങളെ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ നമ്മുടെ ബോധം ചിതറിപ്പോകാതെ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയാണിവിടെ. ആ ബിന്ദുവാണ് നമ്മുടെ ആത്മീയ കേന്ദ്രം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്യയെ, അതായത് ചലനത്തിലൂടെ കേന്ദ്രത്തിലെത്തുക എന്ന ഈ കലയെ, ഈ നൂറ്റാണ്ടിൽ വിസ്മയകരമായി പുനഃസൃഷ്ടിച്ച ഒരു വ്യക്തിയെ ഓഷോ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹമാണ് ജോർജ് ഗുർജീഫ്. ഈ വിദ്യ കൊണ്ട് അദ്ദേഹം ദിവ്യാത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിച്ചു എന്നാണ് ഓഷോ പറയുന്നത്. എന്നാൽ ആ അത്ഭുതങ്ങൾ തെരുവു മാന്ത്രികരുടേതുപോലെ വായുവിൽ നിന്ന് നാണയങ്ങൾ എടുക്കുന്നത് പോലെ ഉള്ളവയായിരുന്നില്ല. ബോധത്തിൻ്റെ തലത്തിൽ അദ്ദേഹം നടത്തിയ വലിയ പരിവർത്തനങ്ങളായിരുന്നു ആ അത്ഭുതങ്ങൾ. ന്യൂയോർക്കിലെ ഒരു വലിയ സദസ്സിന് മുന്നിൽ ഗുർജീഫ് തൻ്റെ 100 നർത്തകരെ അവതരിപ്പിക്കുകയുണ്ടായി. ശുഭവസ്ത്രധാരികളായ 100 നർത്തകർ. അവർ സ്റ്റേജ് മുഴുവൻ നിറഞ്ഞു നിന്ന് വട്ടം കറങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ ചലനങ്ങൾ എത്രത്തോളം താളാത്മകവും വേഗതയുള്ളതുമായിരുന്നുവെന്നാൽ അത് കണ്ടുനിന്ന സദസ്യരുടെ മനസ്സുകൾ പോലും വട്ടം തിരിയുന്നത് പോലെ അനുഭവപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അവിടെ നർത്തകർ പൂർണ്ണ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗുർജീഫ് പെട്ടെന്ന് തൻ്റെ കൈകൊണ്ടൊരാംഗ്യം കാണിക്കുകയും നിർത്തു എന്ന് കൽപ്പിക്കുകയും ചെയ്യും. ആ നിമിഷം സ്റ്റേജിൽ ഒരു നിശബ്ദമായ വിപ്ലവം സംഭവിക്കും. ചലിച്ചുകൊണ്ടിരുന്ന 100 മനുഷ്യർ ഒരേ നിമിഷം കൽപ്രതിമകളെ പോലെ നിശ്ചലമായി തീരും. അന്നത്തെ സദസ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു പെട്ടെന്നുള്ള ഞെട്ടലായിരുന്നു. മനോഹരമായ ആ താളാത്മക ചലനങ്ങൾ പെട്ടെന്ന് അവിടെ നിലയ്ക്കുമ്പോൾ കാഴ്ചക്കാരുടെ ചിന്തകളും അവിടെ നിശ്ചലമായി തീരുകയാണ് ഉണ്ടായത്. ഇതൊരു മാന്ത്രിക പ്രതിഭാസമാണ്. ഈ വിദ്യയിലെ ഏറ്റവും വലിയ രഹസ്യം ഇവിടെയാണ്. ആ നർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു നിർത്തലായിരുന്നില്ല. ശരീരം പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആ നിമിഷം മനസ്സാ ചലനത്തെ ഉള്ളിലേക്കെടുക്കും. പുറമേ ശരീരം കൽപ്രതിമയെ പോലെ ഇരിക്കുമ്പോഴും ഉള്ളിൽ ആ വട്ടം ചുറ്റൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഉള്ളിലെ ആ വട്ടം ചുറ്റലുകൾ പതുക്കെ പതുക്കെ ചെറുതായി വരികയും ഒടുവിൽ അവ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. ആ ബിന്ദുവിലാണ് നമ്മൾ കേന്ദ്രീകൃതനായിത്തീരുന്നത്. ശരീരമല്ല, നമ്മുടെ ബോധമാണ് അവിടെ നൃത്തം ചെയ്യുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളിപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? ഇനി മുതൽ നിങ്ങൾ ഇതും ഒന്ന് നിരീക്ഷിക്കണം. ശരീരം യാത്ര നിർത്തിക്കഴിഞ്ഞിരിക്കാം, പക്ഷെ മനസ്സപ്പോഴും ആ വാഹനത്തിന്റെ ചലനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഗുർജീഫിന്റെ നർത്തകർ ഈ അവസ്ഥയെ ബോധപൂർവം ധ്യാനമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെ ശരീരം നിശ്ചലമാകുമ്പോഴും ഉള്ളിലെ ചലനത്തെ സാക്ഷിയായി നോക്കി നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ
കേന്ദ്രസ്ഥിതനായി മാറുമെന്ന രഹസ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഗുർജീഫിന്റെ നർത്തകർ സ്റ്റേജിൽ വട്ടം കറങ്ങുന്നതും നിർത്തു എന്ന ആജ്ഞയിൽ പ്രതിമകളെ പോലെ നിൽക്കുന്നതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ വിദ്യയുടെ ഏറ്റവും സാഹസികമായ ഒരു പരീക്ഷണം ന്യൂയോർക്കിലെ ആ വേദിയിൽ വെച്ച് അരങ്ങേറുകയുണ്ടായി. അത് കേവലം ഒരു നൃത്തമായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു നിമിഷമായിരുന്നു. 100ഓളം നർത്തകർ കണ്ണുകൾ അടച്ച് വട്ടം കറങ്ങിക്കൊണ്ട് സ്റ്റേജിന്റെ ഒരറ്റത്തേക്ക് നീങ്ങുകയായിരുന്നു. ആ സ്റ്റേജ് തറയിൽ നിന്ന് ഏറെ ഉയരത്തിലുമായിരുന്നു. അവിടെ കൂടിയിരുന്ന സദസ്യർ ശ്വാസമടക്കി പിടിച്ച് അത് നോക്കി നിന്നു. നർത്തകർ സ്റ്റേജിന്റെ വക്കിലെത്തി കഴിഞ്ഞിരുന്നു. ഇനിയൊരു കാൽവെൽപ്പ് കൂടി വെച്ചാൽ അവരെല്ലാവരും താഴെ വീഴും. ഉടനെ ഗുർജീഫ് നിർത്തു എന്ന് പറയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഗുർജീഫ് നർത്തകരെ തടഞ്ഞില്ല. അദ്ദേഹം സദസ്സിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ആ നിമിഷം ആ 100 നർത്തകരും സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണു. കരിങ്കല്ല് പാകിയ കഠിനമായ നിലത്തേക്കാണ് അവർ പതിച്ചത്. സദസ്യർ നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. പലരുടെയും എല്ലുകൾ പൊട്ടിയിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. പക്ഷെ അവിടെ ഒരു മഹാ അത്ഭുതം സംഭവിച്ചിരുന്നു. ഒരാൾക്ക് പോലും ഒരു ചതവോ മുറിവോ മറ്റ് പരുക്കുകളോ സംഭവിച്ചില്ല. ഇത് അസാധ്യമാണെന്നാണ് സദസ്യർക്ക് തോന്നിയത്. ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ രഹസ്യം എന്താണെന്ന് അവർ ഗുർജീഫിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. ഗുർജീഫ് പറഞ്ഞത്, ആ നിമിഷത്തിൽ അവർ തങ്ങളുടെ ശരീരത്തിലായിരുന്നില്ല. അവർ തങ്ങളുടെ ഉള്ളിലെ ഭ്രമണത്തിൽ ചുരുങ്ങി വരികയായിരുന്നു. അവർ തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പൂർണ്ണമായും വിസ്മൃതിയിലായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ താഴേക്ക് വീഴുമ്പോൾ പരിക്കേൽക്കുന്നത് വീഴ്ച കൊണ്ടല്ല, മറിച്ച് നമ്മൾ വീഴുന്ന നിലത്തെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ്. ഭയപ്പെടുമ്പോൾ നമ്മളുടെ ശരീരം മുറുകുകയും അപ്പോൾ നമ്മൾ ഭൂഗുരുത്വത്തിന് എതിരായിട്ടായിരിക്കും നമ്മൾ നീങ്ങുക. ആ എതിർപ്പാണ് നമ്മുടെ എല്ലുകളെ തകർക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മളുടെ ശരീരത്തെക്കുറിച്ച് മറക്കുകയും ഭൂഗുരുത്വത്തോട് യോജിക്കുകയും ചെയ്താൽ പരിക്കേൽക്കില്ല എന്ന് മഹാനായ ഗുർജീഫ് നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ. ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്നത് ധ്യാനം എന്നതൊരു ലയനമാണ് എന്നതാണ്. അത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളോട്, ഗുരുത്വാകർഷണത്തോട്, ജീവിതത്തിന്റെ ഒഴുക്കിനോട് എതിർപ്പില്ലാതെ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ. നമ്മിൽ പ്രതിരോധമില്ലാതാകുമ്പോൾ ഭയവും ഇല്ലാതാകുകയാണ്. ഭയമില്ലാതാകുമ്പോൾ നമ്മൾ സുരക്ഷിതനായി മാറുകയാണ്. ഇന്നത്തെ നമ്മുടെ ആന്തരിക പ്രയാണത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ ഗുർജീഫിനെ കുറിച്ചും വീഴ്ചയിലെ പ്രതിരോധമില്ലായ്മയെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് ഈ വിദ്യയുടെ ഏറ്റവും ലളിതവും എന്നാൽ ആഴമേറിയതുമായ വശത്തേക്ക് വരാം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെ നിരീക്ഷിച്ചാൽ മതി. നിരീക്ഷിക്കണം. കുട്ടികൾ കൈകൾ വിടർത്തിപ്പിടിച്ച് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മളും കുട്ടിക്കാലത്ത് ഇത് ധാരാളമായി ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ നമ്മളിത് കണ്ടാൽ അവരെ തടയും. അവിടെ അവർക്ക് തല കറങ്ങുമെന്ന് പേടിക്കും. എന്നാൽ കുട്ടികളിത് അതീവമായി ആസ്വദിച്ചാണ് ചെയ്യാറ്. എന്തുകൊണ്ടായിരിക്കും അവർ ഇത് ആസ്വദിക്കുന്നത്? സത്യത്തിൽ അവർക്ക് അതിൽ നിന്നൊരു പ്രത്യേക ഹരം ലഭിക്കുന്നുണ്ട്. വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിമിഷം കുട്ടികൾക്കൊരു കാര്യം ബോധ്യമാകും. തങ്ങളുടെ ശരീരം ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ തങ്ങൾ, അതായത് തനിക്കുള്ളിലെ സാക്ഷിഭാവം ശരീരത്തോടൊപ്പം ചുറ്റുന്നില്ല എന്ന്. അവർക്ക് അവരറിയാതെ അവർക്കുള്ളിലൊരു കേന്ദ്രീകരണത്തിൻ്റെ അനുഭവം ലഭിക്കുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഉറപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊരു വസ്തുവിനെ രണ്ട് രീതിയിൽ നോക്കാൻ കഴിയാത്തത്.
കാലക്രമേണ നാം ശരീരത്തിൽ കട്ടിയായി ഉറപ്പിക്കപ്പെടുകയും ഞാൻ ഈ ശരീരമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ധ്യാനം ചെയ്യുന്നത് ഈ വിടവിനെ വീണ്ടും സൃഷ്ടിക്കാനാണ്. വട്ടം ചുറ്റുന്നതും ചാഞ്ചാടുന്നതും നമ്മളെ ആ കടുപ്പമേറിയ ബന്ധത്തിൽ നിന്ന് അല്പം അയച്ചുവിടും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഈ ശരീരമല്ല, മറിച്ച് ഈ ശരീരത്തിനപ്പുറമുള്ള എന്തോ ഒന്നാണെന്നുള്ളത്. നമുക്കും ഈ വിദ്യ പരീക്ഷിച്ചു നോക്കാം. വട്ടം ചുറ്റുമ്പോൾ നമ്മളിപ്പോൾ മറിഞ്ഞു വീഴുമെന്ന് തോന്നിയാലും പരിഭ്രമിക്കാതെ വട്ടം ചുറ്റണം. ശരീരം താഴെ വീഴുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം. ഉള്ളിൽ ആ വട്ടം ചുറ്റൽ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കൂടുതൽ കൂടുതൽ കേന്ദ്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു ബിന്ദുവിൽ നമ്മൾ കേന്ദ്രീകൃതനാകും. അചഞ്ചലമായ ആ കേന്ദ്രമാണ് നമ്മുടെ യഥാർത്ഥ സത്വം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ആത്മീയ വിരുന്നിനിവിടെ തിരശീല വീഴുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അസ്വസ്ഥരാകാതെ ആ വാഹനത്തിൻ്റെ ചലനത്തെ ഒരു ധ്യാനമാക്കി മാറ്റുവാനുള്ള കല നാം ഇന്ന് അഭ്യസിച്ചു. റോഡിനെയോ സർക്കാരിനെയോ ശപിക്കാതെ ആ ചലനങ്ങളോടൊപ്പം നൃത്തം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. പ്രതിരോധം ഒഴിവാക്കി പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊപ്പം ഒഴുകാൻ ഈ 20ാമത്തെ വിദ്യ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഇതിൽ പങ്കെടുത്ത ഓരോ ആത്മസാധകർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദിവ്യബോധം ചാനലിലൂടെ ഇത് കാണുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ ചിന്തകളെ ഇത്രത്തോളം ജീവസുറ്റതാക്കിയത്. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു പുതിയ തുടക്കമാണ്. അടുത്ത വിദ്യയുമായി നാം വീണ്ടും കണ്ടുമുട്ടും. അതുവരെ ആന്തരികമായ ആ താളത്തിൽ ലയിച്ചിരിക്കുക. സ്നേഹപൂർവം നന്ദി, നമസ്കാരം.